ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നൊയിമ്പ് ധ്യാനത്തിൻ്റെ 23-ാം ദിനത്തിൽ നാം ധ്യാനിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം കുടുംബത്തിൽ നന്ദിയുള്ള ഒരു ഹൃദയം വളർത്തിയെടുക്കുക. വേദഭാഗം 1 തെസ്സലോനിക്കർ 5-ാം വാക്യം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. എല്ലാ സാഹചര്യങ്ങളിൽ നന്ദി പറയുന്നത് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കുള്ള ദൈവഹിതമാണ്. സ്വർഗത്തിൻ്റെ ഭൂമിയിലെ ഒരു ചെറിയ പതിപ്പാണ് കുടുംബം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശത്തിലും ഭൂമിയിലുമുള്ള സകലതിനെയും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെയും സ്ത്രീയെയും തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അനുഗ്രഹിച്ചു. ദൈവം വിവാഹമാകുന്ന കൂദാശയിലൂടെ ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹവ്വയെയും ഒന്നാക്കി തീർത്തു. അങ്ങനെ ഭൂമിയിൽ കുടുംബം സ്ഥാപിതമായി. കുടുംബജീവിതത്തിൽ നന്ദിയുള്ള ഒരു ഹൃദയം വളർത്തിയെടുക്കുവാൻ സ്നേഹം, ഐക്യം, സന്തോഷം ഭവനത്തിൽ ഉണ്ടാകേണ്ടതാണ്. കുടുംബം നിലനിൽക്കണമെങ്കിൽ കുടുംബ പ്രാർത്ഥന, വേദപുസ്തക പഠനം, ധ്യാനം, ഉപവാസം, പ്രാർത്ഥന, സാക്ഷ്യം എന്നിവ ഉണ്ടാകേണ്ടതാണ്. ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം തരുന്ന ദാനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ദൈനംദിന ജീവിതത്തിൽ നന്ദി പറയുന്നതും ദൈവത്തിൻ്റെ വിശ്വസ്തത അംഗീകരിക്കുന്നതും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. നന്ദി പറയുന്നതിലൂടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. നന്ദിയുള്ള ഹൃദയം അവരുടെ തെറ്റുകൾക്ക് പകരം മറ്റുള്ളവരിൽ നല്ലത് കാണാൻ ശ്രമിക്കണം. ദൈനംദിന ജീവിതത്തിൽ നന്ദി പറയുന്നതും ദൈവത്തിൻ്റെ വിശ്വസ്തത അംഗീകരിക്കുന്നതും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. നന്ദി പറയുന്നതിലൂടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. നന്ദിയുള്ള ഹൃദയം അവരുടെ തെറ്റുകൾക്ക് പകരം മറ്റുള്ളവരിൽ നല്ലത് കാണാൻ ശ്രമിക്കണം. കുടുംബം ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യമായി തീരണം. പലപ്പോഴും പരാതിപ്പെടുന്നതും ആവലാതിപ്പെടുന്നതും തിരക്കുള്ള ഈ ലോകത്ത് സ്തോത്രത്തിൽ നിറഞ്ഞ കുടുംബം വിശ്വാസത്തിൻ്റെ ദീപവും ദൈവത്തിൻ്റെ കരുതലും വിശ്വാസവും നിറഞ്ഞു തിളങ്ങുന്നു. വെല്ലുവിളികളിലും പരീക്ഷണങ്ങളിലും ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കണം. കുടുംബങ്ങൾ അഭിനന്ദനങ്ങളുടെയും സംതൃപ്തിയുടെയും ഹൃദയങ്ങളെ എല്ലാ കാര്യങ്ങളിലും മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവിക ആലയമായി നിറയട്ടെ. 1 തെസ്സലോനിക്കർ 5-16 വരെയുള്ള വാക്യങ്ങൾ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും നന്ദി പറയുവിൻ. ഇതാകട്ടെ നമ്മുടെ അടിസ്ഥാനം. കുടുംബത്തിൽ നന്ദിയുള്ള ഹൃദയം വളർത്തിയെടുക്കേണ്ട കാര്യങ്ങൾ. ഗലാത്യർ 5-22 വാക്യത്തിൽ പറയുന്നവ: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇവയ്ക്കെതിരായുള്ളതെല്ലാം വിട്ടുമാറണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവിക ഫലങ്ങൾ നിറയുമ്പോൾ നമ്മൾ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ജ്യോതിസുകളായി ശോഭിക്കാൻ കഴിയും. അങ്ങനെ കുടുംബത്തിൽ കർത്താവിനോടൊപ്പം വസിക്കുവാനും എല്ലാവരോടുപരിയായി കർത്താവിനോട് ഹൃദയം നിറഞ്ഞ നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. മക്കളെ സ്നേഹത്തോടെ ഉപദേശിക്കണം. മക്കളെ കരുണയോടെ ശിക്ഷിക്കണം. മക്കളെ ശാസിക്കണം. ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. വെളിച്ചം നോക്കി വിരിയുന്ന പൂക്കളെ പോലെ ദൈവത്തെ നോക്കി നാം വിടരുന്ന നാളുകളാകട്ടെ ഈ നോമ്പുകാലം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, ഈ നോമ്പ് ദിനത്തിൽ അങ്ങ് തന്ന വചനം ധ്യാനിക്കുവാൻ ലഭിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തിൽ നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.